അസ്സലാമു അലൈക്കും. ഇന്ന് റെഡിയാക്കുന്നത് മട്ടൻ്റെ ലിവറാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ 2-3 രീതിയിൽ റെഡിയാക്കാറുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് റെഡിയാക്കുന്നത്. ഞാൻ ഗ്യാസിൽ കുക്കറിലാണ് ചെയ്യണത്. നമുക്ക് അടുപ്പിൽ വെച്ചിട്ടും ചെയ്യാം. കുക്കർക്ക് ഞാനൊരു 3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് 2 വലിയ ഉള്ളിയും ഒരു 150 ഗ്രാം ചെറിയ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. അത് നല്ലോണം കുക്കറിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കിച്ചണിൽ പെട്ടെന്ന് ഫാൻ ഇട്ട കാരണം ക്യാമറയിലേക്ക് പുക അടിച്ചതുകൊണ്ട് ക്ലിയറിന് ചെറിയൊരു കുറവുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഉള്ളിയൊക്കെ നല്ലോണം വാടി വരുന്നുണ്ട്. ഒരാടിൻ്റെ ഫുൾ ലിവറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 1.5 കിലോനെ തൂക്കം ഉണ്ടാവുള്ളൂ. കറക്റ്റ് തൂക്കം എനിക്കറിയില്ല. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളി കിടന്ന് നല്ലോണം ഒന്ന് മൂത്തതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളി 2 പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓവറായിട്ട് തക്കാളി ഒന്നും ചേർക്കരുത്. അപ്പോൾ ആ മട്ടൻ്റെ ലിവർക്ക് പുളി കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ രുചി പോവും. ഞാൻ വേറൊരു രീതിയിൽ ചെയ്യാറുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളി ഒന്നും ചേർക്കാതെ ചെറിയുള്ളിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ടാണ് വേവിക്കൽ. മട്ടനെ നല്ലോണം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതാണ്. മോളെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരു മട്ടൻ ഒന്നിച്ച് വാങ്ങി കട്ട് ചെയ്ത് ഓരോ ഭാഗങ്ങളായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അതിൻ്റെ കാല് വെച്ച് സൂപ്പിട്ട വീഡിയോ ഇതിൻ്റെ മുന്നിലായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തലേൻ്റെത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ ഭാഗങ്ങളായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു, പക്ഷേ ഒക്കെ ഡിലീറ്റ് ആയി പോയതൊക്കെയാണ്. ഫോണിൽ ഗാലറിയിലുള്ളത് എടുത്തിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാണ്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂണ് ഗരം മസാല, 1.5 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 1-2 സ്പൂൺ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നല്ലോണം ഒന്ന് മസാല മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മസാലയൊക്കെ മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടനെ കഴുകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ലിവർ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ഏറ്റവും ടേസ്റ്റ്. കുരുമുളകും ചെറിയുള്ളിയിലും ചെയ്യുമ്പോൾ ലിവറിൻ്റെ ടേസ്റ്റ് വേറെ തന്നെ ഇട്ട് കാണിക്കും. ഇത് നമ്മളെ സാധാ മട്ടൻ കറിൻ്റെ ഒക്കെ രുചിയാണ് വരുന്നത്. ഈ മസാല നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം നമുക്ക്. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അതാ നമ്മളെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 6 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. വെള്ളമില്ലാതെ കുഴച്ച് വെച്ചതാണ്. എന്നാലും കുക്കറിൽ വെക്കുമ്പോൾ വെള്ളം ഉണ്ടാവും. ഇനി നമുക്കതൊരു പാനിലേക്ക് മാറ്റാം. ഞങ്ങളെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാടിനെ ഫുള്ളായിട്ട് വാങ്ങിയിട്ട് ആ പ്രസവിച്ച പെണ്ണിനെ കൊടുക്കുന്നത്. ആടും മരുന്നാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടും വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ചൊരാടിനെ വാങ്ങിയിട്ട് ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് 40 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അത് പ്രസവിച്ച പെണ്ണിന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എൻ്റെ വല്യമ്മമാരായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഞാനും എൻ്റെ മോൾക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ മക്കളൊന്നും ഫുള്ളായിട്ട് കഴിക്കൂല, എന്നാലും കുറച്ചൊക്കെ മോള് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മൾ ലിവർ വെള്ളം വറ്റി റെഡിയായി വരുന്നുണ്ട്. നല്ലോണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 3-4 സ്പൂണോ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഞാനൊരു 3 സ്പൂണേ ചേർത്തെടുത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചേർത്ത് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ഇത് നമ്മളെ പൊറോട്ടയ്ക്കോ അല്ലെങ്കിൽ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കോ റിലേറ്റീവിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.